പറയുമേ സുസ്ഥി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവ് കൈനീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, അതുപോലെ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാറ്റി സഹായിക്കണമേ. കർത്താവെ, ഇപ്പോഴ് ഓരോരോ ജീവിത മേഖലകളിലേക്ക് കടന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന മക്കൾ, കുളിച്ചൊരുങ്ങി ഇന്ന് പോകാൻ വേണ്ടി യാത്ര തിരിക്കാൻ പോകുന്ന മക്കൾ, അവിടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോരോ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവരുണ്ട്. എന്തെല്ലാം യാത്രയാണ് അങ്ങനെ മക്കൾ ചെയ്യണം. അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ, ആ മക്കളെല്ലാം കൂടെ അമ്മ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം മഴവില്ല് പോലെയും സുഗന്ധാഭിഷേകം പോലെയും ആയിരക്കണക്കിന് മനുഷ്യർ ഇപ്പോൾ അനുഭവിക്കുന്നതാണ്. അതേ ചൈതന്യത്താൽ അങ്ങനെ മക്കൾ എവിടെ കർത്താവ് മറ്റു മനുഷ്യരിൽ നിന്ന് സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്ന മക്കളുണ്ട്. ഇപ്പോൾ ആശീർവദിക്കണേ.